കാർ റാലി ഉണ്ടായിരുന്നല്ലോ, ആ കാറുകളെല്ലാം ചെക്ക് ചെയ്തോ? അതെന്തിനാണ് സാർ കാർ റാലിയിൽ? താൻ വിചാരിച്ചു തന്നെ അയാളും വിചാരിച്ചു കാണും. ഈസ് എ ക്ലവർ മാൻ. അതുകൊണ്ടാണ് അയാളെ ജാക്കി എന്ന് വിളിക്കുന്നത്. സാർ, എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ തെറ്റില്ല. അവരുടെ കൂട്ടത്തിൽ ഒരാൾ തന്ന ഇൻഫർമേഷൻ ആണ്. ഐ റിപ്പീറ്റ്, KBV 4600 ബ്ലൂ മാരുതി. Go and find it out. പുറത്തേക്ക് ഇറങ്ങണം. എന്താണ് സാർ? പുറത്തേക്ക് ഇറങ്ങാനല്ലേ പറഞ്ഞത്? മൈൻഡ് യുവർ വേർഡ്സ്. ഐ എം എ ബോണഫൈഡ് പാസഞ്ചർ. വാട്ട് യു വാണ്ട്? ഞങ്ങൾക്ക് ഈ വണ്ടി ഒന്ന് സെർച്ച് ചെയ്യണം. അത് പറഞ്ഞാ പോരെ? സെർച്ച് ഇറ്റ്. കം ഓൺ. ഇനി പോവാലോ? തുറന്നോട്. ഇതിൽ പറഞ്ഞിരിക്കുന്ന ആവശ്യങ്ങൾ ന്യായമാണ്. ഞാൻ ഈ നിയോജക മണ്ഡലത്തിൽ നിന്നും ജയിച്ചാണ് മുഖ്യമന്ത്രിയായിരുന്നു വെച്ച് എനിക്ക് ചില പരിമിതികളൊക്കെ ലഭ്യമാനന്താ. ഒന്നാമത് 18 കോടി രൂപ കമ്മി ബഡ്ജറ്റുള്ള ഒരു ഗവൺമെന്റാണ് നമ്മളുടേത്. എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞ് ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നടത്താൻ കാശിന് ഞാനിവിടെ പോവും. ഏതായാലും ഞാൻ ഫിനാൻസ് മിനിസ്റ്ററുമായിട്ടൊന്ന് ആലോചിക്കട്ടെ. താൻ തിങ്കളാഴ്ച തിരുവനന്തപുരത്തേക്കൊന്ന് വാ. പോവാൻ സമയമായി. ശേഖരൻകുട്ടിയോട് റെഡിയാകാൻ പറ. സാർ, സാർ, അച്ഛൻ റെഡിയായി പോകാമെന്ന് പറഞ്ഞു. ഒരു 5 മിനിറ്റ്. സാർ, ഇപ്പൊ തന്നെ വളരെ വൈകി. പറഞ്ഞാ മതി. എന്താടാ പറയാം. അച്ഛൻ എപ്പോഴാ പോകുന്നത്? ഉടനെ പോവും. നീ ഈ കാറും കൊണ്ട് അച്ഛൻ്റെ കൂടെ പോയിക്കോ. ഞാൻ നിന്റെ കാര്യം വരാം. അതെ അതെ, ഞാൻ പുറപ്പെട്ടു കഴിഞ്ഞു. നിങ്ങളുടെ യോഗത്തിൽ പ്രസംഗിച്ചിട്ടേ ഞാൻ പോവൂ. നീ റെഡിയായില്ലേ? അച്ഛൻ പുറപ്പെട്ടോളൂ, ഞാൻ സാഗറിന്റെ കാറിൽ വന്നോളാം. ശരി, വരട്ടെ.
മോർണിംഗ്. നമ്മുടെ സാർ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. എവിടെ? മോളിലുണ്ട്. സാറേ, പോണ്ടേ? പോണ്ടേ? ട്രെയിന് സമയമായി. സാർ, ആദ്യം കണ്ണും മുഖമൊക്കെ ഒന്ന് കഴിക്കേ. പതുക്കെ പതുക്കെ. ലോറൻസ്, ഈ പരുവത്തിൽ പുള്ളി ട്രെയിനിൽ വിടണ്ട. നമ്മുടെ ఏదైనా కారే అయ్యా మది. ఎంత ఆവശ്యం వచ్చా కొడతాక. మిమ్మల్ని నేను సాలసారి సూచానండి. ఆయన వ్యాపారములు మొదటిసారి మిమ్మల్ని నాకు చాలా నచ్చారండి. നമ്മൾ തമ്മിൽ പലപ്പോഴും കണ്ടിട്ടുണ്ടെങ്കിലും ബിസിനസ്സിൽ ആദ്യമാ എനിക്ക് നിങ്ങളെ ഇഷ്ടപ്പെട്ടു. మీకు మలయాళం తెలుసా? ബാగా తెలుసు. ഞാൻ മലയാളിയല്ലേ. ഇതിനു മുമ്പ് ഇവിടെ വന്നപ്പോ തെലുങ്കാണല്ലോ സംസാരിച്ചത്? അത് ജീവിക്കാൻ വേണ്ടി. എന്റെ ബിസിനസ് ഒക്കെ ആന്ധ്രയിലല്ലേ, അതുകൊണ്ട് തെലുങ്ക് സംസാരിക്കുന്നു. അച്ഛൻ വഴി ഞാനും ആന്ധ്രയാ, അമ്മ വഴി കേരളം, തങ്കമണി. അമ്മയുടെ പേരായിരിക്കും. ഛേ, ഇത് സ്ഥലപ്പേരാണ്. അച്ഛൻ പൊയിലക്കൃഷിയുമായി ആന്ധ്രയിലായിരുന്നു. ആദ്യത്തെ വിളവെടുപ്പിന് തന്നെ ഞാൻ ഉണ്ടായി. അതോടെ അമ്മ ക്ലോസ്. അച്ഛനോ? ഒരു വിവരവും ഇല്ല. ഞാൻ ഉള്ളതും വിറ്റുപെറുക്കിഞ്ഞു പോന്ന്. സ്നേഹമുള്ള മകൻ. അയ്യോ, അച്ഛനോട് മാത്രമല്ല സ്നേഹം, അച്ഛന്റെ ഭാഷയോടും, തെലുങ്കിനോട്. ദിവസം ഒരു 5 തെലുങ്ക് വാക്കെങ്കിലും പറയാതെ എനിക്ക് ഉറക്കം വരില്ല. നിദ്ര രാതു. ആ, സുഖം തന്നെയല്ലേ? അതെ, എല്ലാം കഴിഞ്ഞല്ലോ. കഴിഞ്ഞു. വരട്ടെ. സൂക്ഷിച്ചുകൊണ്ട് വേണം. സ്വർണമാണ്, കെയർഫുൾ. പോലീസ് എങ്ങാനും വഴി വെച്ച്. എന്തായത്? സ്വർണമാണ്, കെയർഫുൾ. മേലാൽ ബിസിനസ്സിലൊന്നും ഇടപെടണ്ട. കെയർഫുൾ. കാസിം, ശേഖരൻകുട്ടിയാ, കഥ തുറക്ക്. അയ്യോ, കാസിം, നമ്മുടെ കൂട്ടത്തിൽ ആരോ ഒരാൾ സർക്കാരിന്റെ കൂട്ടുകാരനായിട്ടുണ്ട്. ദൈവം പോലും അറിയാതെയാണ് നമ്മൾ സാഗറിന്റെ ഓപ്പറേഷൻ പ്ലാൻ ചെയ്തത്. എന്നിട്ടും സാഗറിന്റെ കാറിന്റെ പിറകെ കസ്റ്റംസുകാരുണ്ടായിരുന്നു. അതുകൊണ്ട് സൂക്ഷിക്കണം. കാസിമേ, പറഞ്ഞ കേട്ടല്ലോ, സൂക്ഷിക്കണം. സ്വർണ്ണ ബിസ്ക്കറ്റ്. ചുമ്മാരടാ. നമ്മുടെ ഓഫീസർ എവിടെ? പോയി. പോയോ? പോയല്ലോ. ഒന്നുകൂടി. ധോണി, ഈ ജാക്കറ്റിൽ എത്ര രൂപയുടെ സ്വർണമുണ്ടെന്ന് നിനക്കറിയാമോ? 12 ലക്ഷം രൂപയുടെ സ്വർണമുണ്ട്. ഇത്രയും സ്വർണം രാവും പകലും ഡ്രൈവ് ചെയ്ത് എല്ലാ റിസ്കും കവർ ചെയ്ത് ചെങ്കോട്ടയിലുള്ള അമീർ സാഹിബിന് എത്തിച്ചു കൊടുത്താൽ നമുക്കെന്ത് കിട്ടും? 10,000 രൂപ കിട്ടും. 6 ലക്ഷം രൂപ വെച്ച് ഒരാൾക്ക് കിട്ടുകയാണെങ്കിൽ സുഖമായി ജീവിച്ചൂടെ? കാസിം, ഈ ശേഖരൻകുട്ടിയും ജാക്കിയും പണക്കാരായത് നേരായ വഴിക്കൊന്നുമല്ല. കാസിം, നമുക്ക് ഈ സംസാരം എവിടെ വെച്ച് നിർത്താം. നിന്റെ സംസാരം കേട്ടിട്ട് എനിക്ക് പേടിയാവും. നീ പേടിച്ചു പോയോ? ഇതുപോലെ പല പരീക്ഷണങ്ങളും ഉണ്ടാവും. നിന്റെ മനസ്സറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചതല്ലേ. ശേഖരൻകുട്ടി പറഞ്ഞ സർക്കാരിന്റെ കൂട്ടുകാരൻ നീയാണോടാ? ജോണി, നീ നോക്കി.
എന്തായാലും അന്നേരം കച്ചവടം ഒന്നും അറിഞ്ഞില്ലേ? ഇല്ലേക്കാ. ബാപ്പാ